തിയേറ്ററുകളിൽ കേരളത്തിൽ 700 സ്ക്രീനുകളിലായി 4000 ഷോ. വിശദമായ വാർത്തയിലേക്ക്. PV അൻവറിന്റെ ആരോപണത്തിൽ ആടിയുലഞ്ഞ് CPM. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ആഭ്യന്തര വകുപ്പിനെയും വിമർശന മുനയിൽ നിർത്തിയുള്ള അൻവറിന്റെ നീക്കത്തിന് പിന്നിൽ ആരെന്നത് വ്യക്തമാക്കാത്തതാണ് പാർട്ടി കേന്ദ്രങ്ങളെ അങ്കലാപ്പിലാക്കുന്നത്. P. ശശിക്കെതിരെ നടപടി ലക്ഷ്യമിട്ടാണ് അൻവറിന്റെ നീക്കമെന്ന് ഇതിനകം വ്യക്തമായിട്ടുണ്ട്. വിവാദം പ്രതിപക്ഷം ഏറ്റെടുത്തതും സർക്കാരിനെയും CPM-നെയും വിഷമത്തിലാക്കുന്നുണ്ട്. നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും. കൂടുതൽ വിവരങ്ങളുമായി VV അരുണാണ് ചേരുന്നത്. അരുൺ, അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവമായി തന്നെ അന്തരീക്ഷത്തിലുണ്ട്. ഏത് രീതിയിലാണ് പാർട്ടി ഇതിനെ കാണുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതീവ ഗൗരവത്തോടെയാണ് CPM നേതൃത്വം ഇതിനെ കാണുന്നത്. പക്ഷേ എന്താണ് അൻവറിന്റെ കൃത്യമായ ഉദ്ദേശമെന്ന് പല നേതാക്കൾക്കും വ്യക്തതയില്ല. വളരെ ചുരുങ്ങിയ നേതാക്കൾക്ക് മാത്രമാണ് ഇതിന്റെ കൃത്യമായ അന്തർനാടകങ്ങൾ അറിയാവുന്നത്. അതാണ് CPM-നെ ഒരു പരിധി വരെ ആശങ്കയിലാക്കുന്നത്. പ്രത്യേക സമ്മേളന കാലമാണ്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതൊക്കെ കൊണ്ട് തന്നെ ഈ വിഷയം വലിയ ഒരു ആശങ്കയായി CPM മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അടിയന്തരമായി നാളെ ചേരുന്ന സെക്രട്ടേറിയറ്റ് തന്നെ, നാളെ എല്ലാ വെള്ളിയാഴ്ച ചേരുന്ന പതിവ് സെക്രട്ടേറിയറ്റ് ആണ്, അതിൽ തന്നെ അൻവറിന്റെ പരാതി, അൻവറിന്റെ കത്ത് പാർട്ടി ചർച്ച ചെയ്യാൻ ഒരുങ്ങുന്നത്. നടപടിയിലേക്കും പോകുക അത്ര എളുപ്പമല്ല. സംസ്ഥാന സമിതി അംഗത്തിനെതിരെ കൂടിയാണ് ആരോപണം. മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. മുഖ്യമന്ത്രി വലിയ പിന്തുണ സ്വാഭാവികമായി അദ്ദേഹത്തിന് ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അക്കാര്യത്തിൽ കരുതലോടെ നീക്കം CPM നടത്തുന്നത്. ഏതായാലും പ്രതിപക്ഷം ഈ വിഷയം വലിയ രീതിയിൽ അവർക്ക് വീണ് കിട്ടിയ ഒരു ആയുധമാണ്. അവരുടെ ഭാഗത്ത് നല്ല ഉണ്ടായത് ഭരണപക്ഷത്ത് തന്നെ ഉയർന്നു വന്ന ഒരു ആരോപണം ഒരു വലിയ വിഷയമായത് മാറുമ്പോൾ പ്രതിപക്ഷം വളരെ കൃത്യമായ വിഷയം ഏറ്റെടുക്കാൻ തയ്യാറായി കഴിഞ്ഞു. ഇന്ന് വലിയ പ്രതിഷേധ മാർച്ചൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ അടക്കം മാർച്ച് തിരുവനന്തപുരത്ത് ഉണ്ട്. മറ്റു ജില്ലകളിലുമൊക്കെ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട്. അതെല്ലാം ആലോചിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ പ്രശ്നത്തിൽ നിന്ന് തൽക്കാലത്തേക്കും തലയൂരുക എന്നൊരു ആലോചനയാണ് CPM നടത്തുന്നത്. അതിനപ്പുറത്തേക്ക് കൃത്യമായ നടപടികളിലേക്ക് പാർട്ടി കടക്കും. മുഖ്യമന്ത്രി ഓഫീസ് ഒരു പ്രത്യേക സമാന്തര അധികാരകേന്ദ്രമായി മാറുന്ന വിമർശനം നേരത്തെ CPM-ൽ ഉള്ളതാണ്. അതുകൊണ്ട് അത് മറികടക്കുക, ആ ഒരു ആരോപണവും ആ പരാതിയും മറികടക്കുക എന്ന ലക്ഷ്യം കൂടി നീക്കങ്ങൾക്ക് പിന്നിലുണ്ട്. ഒരു സമ്പൂർണ്ണ ശുദ്ധീകരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, ആഭ്യന്തര വകുപ്പിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് CPM ലക്ഷ്യമിടുന്നുണ്ട്. അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പാർട്ടി കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി എങ്ങനെയാണ് ഈ നീക്കത്തോട് പ്രതികരിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. PV അൻവറിനോട് തനിക്ക് നൽകിയ പരാതി പാർട്ടി സെക്രട്ടറി കൂടി കൊടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ നിർദ്ദേശിച്ചെങ്കിൽ പോലും ഒരുപക്ഷെ അൻവർ അത് കൊടുത്തേനെ. അത്തരമൊരു നീക്കമാണ് CPM-ന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കുന്നത്. ഏതായാലും വലിയ ഒരു പ്രതിരോധത്തിലും വലിയ ആശങ്കയിലുമാണ് CPM നേതൃത്വം. അൻവർ ഉയർത്തിവിട്ട ഈ ആരോപണം ഏത് രീതിയിൽ പാർട്ടിയും സർക്കാരിനെയും ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. അരുൺ, ഈ P. ശശി തന്നെയാണ് ലക്ഷ്യം, അൻവറിന്റെ ലക്ഷ്യമെന്ന് ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു. ADGP MR രാജ്കുമാർ ഒരു വഴി, അങ്ങോട്ടേക്കുള്ള ഒരു ആയുധം എന്ന രീതിയിലായിരുന്നു എന്ന് വേണം നമ്മൾ ഇതുവരെയുള്ള നീക്കത്തിലൂടെ മനസ്സിലാക്കാൻ. പക്ഷെ ആരാണ് അൻവറിന് പിന്നിൽ എന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അത് വലിയൊരു ചോദ്യചിഹ്നമല്ലേ? തീർച്ചയായും P. ശശി ഈ അൻവറിന്റെ നീക്കങ്ങളുടെ ലക്ഷ്യമെന്നത് വളരെ വ്യക്തമായി കഴിഞ്ഞു. എന്നാൽ P. ശശിക്ക് അപ്പുറത്തേക്ക് ആരെങ്കിലും കൂടി ഈ നീക്കം ഉന്നമിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് മുന്നിൽ വരണമെങ്കിൽ സ്വാഭാവികമായും മുഹമ്മദ് റിയാസ്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മന്ത്രി മുഹമ്മദ് റിയാസ് ഉണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. അതിലേക്ക് എന്നതാണ് ആശങ്കയിലാക്കുന്നത്, അല്ലെങ്കിൽ ഒരു നേതാക്കളെയെങ്കിലും ആശങ്കയിലാക്കുന്നത്. പിന്നിലാരുന്നത് ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു. CPM നേതൃത്വത്തിന്റെ പ്രധാനികളുടെ അറിവോടുകൂടിയാണ്. ആരാണ് അതിന് ഈ നീക്കത്തിന് പിന്നിലെ, ഈ ഓപ്പറേഷൻ പിന്നിലെ മുഖം ആരെന്നത് മാത്രമാണ് ഇങ്ങനെ വ്യക്തമാകേണ്ടത്. ഇതിനെ നയിക്കുന്നത് ആരെന്ന് മാത്രമാണ് ഇനി വ്യക്തമാകേണ്ടത്. ഏതായാലും CPM-നുള്ളിൽ നിന്ന് തന്നെ ഒരു നീക്കമായി ഇതിനെ കാണണം. അങ്ങനെ തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നതും. അത് ലക്ഷ്യം കൃത്യമായി ഇപ്പോൾ P. ശശി എത്തി നിൽക്കുന്നു. അതിനു മുകളിലേക്ക് പോകുമ്പോൾ ആശങ്ക CPM കേന്ദ്രങ്ങൾക്ക് ഉണ്ട്. അവിടെയും ഇതുവരെയും ഈ നീക്കത്തിന്റെ സൂത്രധാരൻ അല്ലെങ്കിൽ അതിന് കൃത്യമായ നായകത്വം വഹിക്കുന്നയാൾ ആരെന്നത് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അതാകും CPM-ന്റെ രാഷ്ട്രീയത്തിൽ സമീപ ഭാവിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. പാർട്ടി സമ്മേളനങ്ങൾ കൂടി ലക്ഷ്യമിട്ടുള്ള നീക്കമായി തന്നെയാണ് ഇതിനെ പൊതുവിൽ വിലയിരുത്തുന്നത്. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഭരണകക്ഷി MLA PV അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പോലീസ് ഉന്നതനുമെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നതിനിടെ CPI സംസ്ഥാന നിർവാഹക സമിതി യോഗം ഇന്ന് ചേരുകയാണ്. വിവാദത്തിൽ കടുത്ത അതൃപ്തിയാണ് CPIക്കുള്ളത്. ഇക്കാര്യം നിർവാഹക സമിതിയിൽ ചർച്ചയ്ക്ക് വരും. പാലക്കാട്ടെ സമാന്തര കൌൺസിൽ ഉൾപ്പെടെയുള്ള സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നത്. പത്തനംതിട്ടയിലെ അഴിമതി ആരോപണവും കോട്ടയത്തെ ഒളിക്യാമറ വിവാദവും ചർച്ചയാകും. ബലാത്സംഗ കേസിൽ പ്രതിയായ മുകേഷ് MLA-യുടെ രാജി വൈകുന്നതിലെ അമർഷവും യോഗത്തിൽ പ്രകടമാകും. അതിനിടെ PV അൻവർ MLA-ക്ക് കളിത്തോക്ക് അയച്ചു നൽകി യൂത്ത് ലീഗ്
അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയാണ് അൻവർ എംഎൽഎക്ക് കളിത്തോക്ക് അയച്ചുകൊടുത്തത്. പൂക്കോട്ടുപാടത്തായിരുന്നു വേറിട്ട പ്രതിഷേധം. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് PV അൻവർ എംഎൽഎ തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് മലപ്പുറം കളക്ടർ VR വിനോദിന് മുൻപിൽ ഗൺ ലൈസൻസിന് അപേക്ഷ നൽകിയത്. നിലവിലെ പോലീസ് സുരക്ഷയ്ക്ക് പുറമെയാണ് അൻവറിന്റെ തോക്കിനായിട്ടുള്ള അപേക്ഷ. ഇതിനെ പരിഹസിച്ചാണ് യൂത്ത് ലീഗ് MLAക്ക് കളിത്തോക്ക് അയച്ചു നൽകിയത്. അദ്ദേഹത്തിന് പിണറായി വിജയന്റെ പോലീസ് തോക്ക് അനുവദിക്കാത്ത സാഹചര്യത്തിൽ, മലപ്പുറം ജില്ലാ കളക്ടർ തോക്ക് അനുവദിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടി യൂത്ത് ലീഗ് ഒരു തോക്ക് അയച്ചു കൊടുക്കുകയാണ്. ഇനി അതുപോലെ തന്നെ കേരളത്തിൽ മറ്റു പേടിയുള്ള MLAമാരോ മറ്റു പ്രമുഖ ഉദ്യോഗസ്ഥരോ അതുപോലെ തന്നെ പൊതുജനങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ആവശ്യപ്പെട്ടാൽ അവർക്കും ഞങ്ങൾ തോക്ക് അയച്ചു നൽകാൻ സന്നദ്ധമാണെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നിലവിൽ കേരളത്തിൽ ഉയർന്നു വന്ന സാഹചര്യത്തിൽ മറ്റുദ്യോഗസ്ഥർക്കോ പൊതുജനങ്ങൾക്കോ ജീവന് ഭീഷണിയുണ്ടെങ്കിൽ അവർക്കും കളിത്തോക്ക് അയച്ചു നൽകാൻ യൂത്ത് ലീഗ് തയ്യാറാണെന്നും യൂത്ത് ലീഗ് നേതാക്കൾ പരിഹസിക്കുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം. MSP കമാൻഡ് ചുമതലയിലിരിക്കെ മലപ്പുറം SP സുജിത് ദാസ് MSP സ്കൂളിൽ അനധികൃത നിയമനം നടത്തിയെന്ന് ആരോപണം. PSCയിൽ നിന്നും നിയമനം നടത്തണമെന്ന നിർദ്ദേശം അട്ടിമറിച്ച് MSPയിൽ കോഴ വാങ്ങി നിയമനം നടത്തിയെന്നാണ് KSU ഉന്നയിക്കുന്ന ആരോപണം. 2021 ഫെബ്രുവരിയിലാണ് MSP സ്കൂളിലെ നിയമനങ്ങൾ PSCക്ക് വിടാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വരുന്നത്. എന്നാൽ അതേ വർഷം നവംബറിൽ ഈ നിർദ്ദേശം അട്ടിമറിച്ച് കോഴ വാങ്ങി അധ്യാപക നിയമനം നടത്തിയെന്നാണ് KSUവിന്റെ ആക്ഷേപം. നിർബന്ധിത പിരിവ് MSPയുടെ കോഡൂർ, മലപ്പുറം സഹകരണ ബാങ്കുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചുവെന്നും ഇവർ ആരോപിക്കുന്നു. ഏകദേശം 15 മുതൽ 20 ലക്ഷം രൂപ വരെ അക്കൗണ്ടിലേക്ക് വാങ്ങിയിട്ടുണ്ട്. ഒരു അധ്യാപക നിയമനത്തിന് MSPയുടെ അദ്ദേഹം അക്കൗണ്ട് ഹോൾഡർ ആയിരിക്കുന്ന അക്കൗണ്ടിലേക്ക് വാങ്ങിയിട്ടുണ്ട്. ഈ അക്കൗണ്ടിൽ നിന്നുള്ള പണം ചിലവഴിച്ച് അവിടെ ഒരു ബിൽഡിംഗ് പണിതിട്ടുണ്ട്. ആ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും എത്ര രൂപക്ക് കൊട്ടേഷൻ കൊടുത്തു, എസ്റ്റിമേറ്റ് എടുത്തു, ആര് ആ വർക്ക് എടുത്തു എന്നതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം അദ്ദേഹം സാമ്പത്തികമായി പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് മുമ്പ് നടന്ന നിയമനങ്ങളിൽ പോലും അദ്ദേഹം കോഴ ആവശ്യപ്പെട്ട് അവരുടെ സർവീസ് റെക്കോർഡും രേഖകളും മനഃപൂർവ്വം 2 വർഷത്തോളം വൈകിപ്പിച്ചു എന്ന വസ്തുതയും നമുക്ക് അന്വേഷണത്തിൽ കിട്ടും. അതുവരെ MSP അക്കൗണ്ട് കൈകാര്യം ചെയ്തത് സ്കൂൾ അതോറിറ്റി ആയിരുന്നെങ്കിൽ സുജിത് ദാസ് പ്രിൻസിപ്പലിനെ നിലനിർത്തി അക്കൗണ്ട് ഓപ്പറേഷൻ സ്വന്തം പേര് കൂടി ചേർത്ത് പണക്രയ വിക്രയം സ്വന്തം കൈകാര്യത്തിലാക്കുകയും ചെയ്തുവെന്നും ഇവർ ആരോപിക്കുന്നു. അദ്ദേഹം ഈ രാജീവിന്റെ മകൾക്ക്, ഈ BJPയുടെ ഉന്നതനായ നേതാവിന്റെ മകൾക്ക് വഴിവിട്ട നിയമനം നൽകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഉത്തരവ് അട്ടിമറിച്ച് ഈ നോട്ടിഫിക്കേഷൻ 18/11/2021 സുജിത് ദാസ് IPS ഒപ്പുവെച്ച് അദ്ദേഹത്തിന്റെ MSPയിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്ന ഇന്റർവ്യൂവിന്റെയും അതുപോലെ എഴുത്തു പരീക്ഷയുടെയും നോട്ടിഫിക്കേഷൻ അദ്ദേഹം ഇറക്കി. തുടർന്ന് 6ഓളം നിയമനങ്ങൾ അദ്ദേഹം ഡയറക്റ്റ് നടത്തി. പിന്നീട് വന്ന MSP കമാൻഡന്റുമാർ സുജിത് ദാസിന്റെ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളുടെയും നിയമന ഉത്തരവുകളുടെയും അടിസ്ഥാനത്തിൽ നിയമനങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ഫലത്തിൽ സ്കൂളിൽ 15ഓളം അധ്യാപകരുടെ കുറവ് വരികയും ചെയ്തിട്ടുണ്ട്. അധ്യാപകരുടെ കുറവ് സ്കൂളിന്റെ നിലവാരത്തെ തകർത്ത് പിന്നോട്ടടിച്ചുവെന്നും സ്കൂളിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിച്ചുവെന്നുമാണ് ഇവരുടെ ആക്ഷേപം. ന്യൂസ് 18 മലപ്പുറം. ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മുകേഷിനും ഇടവേള ബാബുവിനും ഇന്ന് നിർണായകമാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് ജാമ്യാപേക്ഷയിൽ വിധി പറയും. അതേസമയം നിവിൻ പോളിക്കെതിരായ പരാതിയിൽ ഗൂഢാലോചന ആരോപിച്ച താരം ഇന്ന് DGPക്ക് പരാതി നൽകും. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും ചേരുന്നത്. ഡാനി, നടന്മാർക്ക് നിർണായകമായ ദിവസമാണ് ഇന്ന്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുമ്പോൾ? അശ്വതി, കഴിഞ്ഞ 2 ദിവസങ്ങളായി കോടതി ഈ സംബന്ധിയായ വാദം കേൾക്കുകയായിരുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് നടന്മാരായ മുകേഷിന്റെയും അതോടൊപ്പം തന്നെ ഇടവേള ബാബുവിന്റെയും ഒപ്പം തന്നെയും അഭിഭാഷകനായ VS ചന്ദ്രശേഖരന്റെയും ജാമ്യ ഹർജികളുടെ വാദങ്ങൾ തുടർച്ചയായി 2 ദിവസം കോടതി കേട്ടതിനു ശേഷമാണ് പിന്നീട് ഇന്നത്തേക്ക് അത് വിധി പറയാൻ വേണ്ടി മാറ്റിയത്. മണിയൻപിള്ള രാജുവിന്റെയും ജാമ്യ ഹർജി ഇതിലുണ്ടായിരുന്നു. എന്നാൽ അത് ശേഷം ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് അതിൽ ചുമത്തിയിരിക്കുന്നത് എന്ന് കോടതി നിരീക്ഷിക്കുകയും അദ്ദേഹത്തിന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാവുന്നതേയുള്ളൂ എന്ന് പിന്നീട് അത് തീർപ്പാക്കുകയുമായിരുന്നു. അപ്പോൾ മറ്റു 3 പേരുടെയും ജാമ്യ ഹർജികളിൽ ഇന്ന് തീർപ്പ് കൽപ്പിക്കും. ഇതിൽ ഏറ്റവും പ്രധാനം മുകേഷ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കോടതിയിൽ മുകേഷ് അഭിഭാഷകൻ നൽകിയത് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള തെളിവുകൾ അദ്ദേഹത്തിന്റെ പക്കലുണ്ട്, ചില ഡിജിറ്റൽ തെളിവുകൾ അടക്കം കയ്യിലുണ്ട് എന്നത് പറഞ്ഞിരുന്നു. അത് സീൽ ചെയ്ത കവറിൽ കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. മുകേഷ് തന്നെയാണ് ഇത് അഭിഭാഷകന് കൈമാറുക, പിന്നീട് കോടതിക്ക് അഭിഭാഷകന് ഇത് കൈമാറുകയുമായിരുന്നു. ഇവരെല്ലാം ജാമ്യ ഹർജിയിൽ പ്രധാനമായും ഉയർത്തുന്ന വാദമുഖ
നീക്കുപോക്കങ്ങൾ തങ്ങൾ ഇരകളാക്കപ്പെടുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഇതിൽ ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെയാണ് ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് സംബന്ധിച്ച് 2 ദിവസവും മണിക്കൂറുകൾ നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങളായിരുന്നു കോടതിയിൽ നടന്നത്. പ്രോസിക്യൂഷൻ ഇവരെ കസ്റ്റഡിയിൽ കിട്ടിയേ മതിയാകൂ, ഇവരെ ചോദ്യം ചെയ്തേ മതിയാകൂ എന്ന രീതിയിൽ തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ ബോധിപ്പിച്ചിരുന്നത്. എന്തായാലും അന്വേഷണ സംഘത്തിന്റെയും ഒരു തീരുമാനം കോടതിയുടെ നിലപാട് അറിഞ്ഞതിനു ശേഷം മാത്രമേ ഇവരെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകൂ എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളുണ്ടോ എന്ന ചോദ്യങ്ങൾക്ക് കോടതിയുടെ കാര്യങ്ങൾ അറിയട്ടെ. അതുമാത്രവുമല്ല, അറസ്റ്റിന് തിടുക്കം കൂട്ടുന്നില്ല, തെളിവ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ശേഖരിക്കാനുണ്ട്. അത്തരം കാര്യങ്ങളിലുള്ള നടപടികൾ മുന്നോട്ട് പോവുകയാണെന്നാണ് അന്വേഷണ സംഘം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഇന്ന് കോടതിയുടെ തീരുമാനങ്ങൾ എന്തുവന്നാലും നിർണായകം തന്നെയാണ്. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉയർന്ന പരാതികളിൽ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ കോടതിക്ക് മുൻപാകെ വന്ന ആദ്യ കേസുകൾ എന്താണ് പ്രതികരണം എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒപ്പം നടൻ നിവിൻ പോളിക്കെതിരായി ഉയർന്ന ആക്ഷേപങ്ങളിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ തനിക്കും ഇതുപോലുള്ളൊരു ഗൂഢാലോചനയുണ്ട്, ഇതിൽ താനും പ്രതികരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പരാതിക്കാരി പക്ഷേ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു. നിവിൻ പോളി ഇന്ന് പരാതിയുമായിട്ട് DGPക്ക് മുൻപാകെ ചെല്ലും. ഒപ്പം അദ്ദേഹം കോടതിയും സമീപിക്കും. ഈ FIR അടക്കം ഘോഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയും സമീപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഡാനി, ഇന്നലെ ഈ നിവിൻ പോളിക്കെതിരെ പരാതി നൽകിയ പരാതിക്കാരി നമ്മളോടൊപ്പം തത്സമയം ചേർന്നിരുന്നു. ആ സമയത്തൊക്കെ അവരോട് ചോദിക്കുമ്പോൾ അവരുടെ പക്കൽ തെളിവില്ല എന്ന് അവർ തന്നെ പറയുന്നുമുണ്ട്. കാരണം അവരുടെ കയ്യിലുണ്ടായിരുന്ന തെളിവുകൾ ഇപ്പോൾ ഈ സംഘത്തിന്റെ കയ്യിലാണ്, നിവിൻ പോളി ഉൾപ്പെടുന്ന സംഘത്തിന്റെ പക്കലാണ് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ കേസിന്റെ മുന്നോട്ട് പോക്ക് അതെങ്ങനെയാകും? കേസിന്റെ ഒരു മുന്നോട്ട് പോക്കിൽ ചില സാങ്കേതിക വിഷയങ്ങളുണ്ട് എന്ന് തന്നെ നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് പുറത്ത് ഒരു രാജ്യത്ത്, വിദേശ രാജ്യത്ത് വെച്ച് നടന്ന ഒരു വിഷയമാണ്. അപ്പോൾ തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ അതിൽ പ്രായോഗികമായിട്ട് തന്നെയും മറ്റു സ്ഥലത്തേക്ക് പോയി തെളിവ് ശേഖരിക്കാതും നാളുകൾക്ക് മുൻപ് നടന്ന ഒരു കാര്യം. പക്ഷേ അവർ ആ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ്. അത് കണക്കിലെടുത്തേ മതിയാവും. കാരണം അവർ ആ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. തനിക്ക് മറ്റ് വലിയ രീതിയിലുള്ള സഹായങ്ങളോ ആരും തന്നെയും കൂടെയില്ല. പക്ഷെ താൻ അനുഭവിച്ച കാര്യങ്ങളാണ്, അതിൽ തനിക്ക് നീതി കിട്ടിയേ മതിയാവൂ എന്ന രീതിയിലാണ് അവർ ഉള്ളത്. അവരുടെ പരാതിയും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയടക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അന്വേഷണ സംഘം തീരുമാനമെടുക്കുക എന്നതാണ് അറിയേണ്ടത്. അവർ പറയുന്നത് അവരുടെ നിർണായകമായ ടെലിഫോൺ വിവരങ്ങൾ അടക്കം, മൊബൈൽ ഫോൺ അടക്കം ഈ സംഘത്തിലേക്ക് അവർ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഇവരുടെ കയ്യിൽ ഇവർക്ക് പറയാനുള്ളത് ഈ സംഘം എന്ന് ഉദ്ദേശിക്കുന്ന നിവിൻ പോളിയും സുഹൃത്തുക്കളും അടക്കം നിർമ്മാതാവ് അടക്കമുള്ളൊരു കൂട്ടാണ്. അപ്പോൾ ഇവരെ അടക്കം ഇതിൽ ചോദ്യം ചെയ്യേണ്ടി വരും. ഇതിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ശേഖരിക്കേണ്ടി വരും, മൊഴിയെടുക്കേണ്ടി വരും. അത്തരം കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ പരാതിക്കാരി നുണപരിശോധന അടക്കമുള്ള ഏത് കാര്യത്തിനും താൻ തയ്യാറാണ് എന്നൊരു നിലപാടാണ് ഇന്നലെ ന്യൂസ് 18 മുന്നിൽ ആവർത്തിക്കുകയും ചെയ്തത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തിന്റെ ഇടപെടലടക്കം വളരെ നിർണായകമാണ്. ശരി, ഡാനിപ്പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ സംവിധായകൻ ഒമർ ലുലുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഒമർ ലുലുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സിംഗിൾ ബെഞ്ച് വിശദമായ വാദം കേൾക്കും. നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ ഏക പ്രതിയാണ് ഒമർ ലുലു. കേസിൽ ഹൈക്കോടതി നേരത്തെ തന്നെ ഒമർ ലുലുവിന് ഇടക്കാല ജാമ്യം നൽകിയിരുന്നു. വിജയ് ചിത്രം ഗോട്ട് ആരാധകരിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യ ഷോ കാണാൻ തന്നെ ആരാധക പ്രവാഹമായിരുന്നു എല്ലായിടത്തും. എന്നാൽ സമ്മിശ്ര പ്രതികരണമാണ് ആദ്യ ഷോ കണ്ടിറങ്ങിയ ആരാധകർ പങ്കുവച്ചത്. ஃபர்ஸ்ட் ஹாஃப் கொஞ்சம் லாகா இருந்தது எனக்கு. டெஃபினெட்லி இளைய தளபதி தான். கேமியோஸ் சர்ப்ரைஸா இருக்கு, பட் நல்லா இருந்தது, டீசெண்டா இருந்தது. ரொம்ப எக்ஸ்பெக்ட் பண்ற அளவுக்கு சர்ப்ரைசஸ் இல்ல, ഓക്കേവാ ഇരുந்துச்சு. കറക്റ്റ് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് മാസ് സീൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അതെല്ലാം ഓക്കെയാണ്. പക്ഷെ സ്ഥിരം BGM കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഓക്കെ. പ്രതീക്ഷയ്ക്കൊത്ത് ഒരു ആസ് എ ഫാൻസിന് ഇഷ്ടപ്പെടാം, അല്ലാണ്ട് പറ്റത്തില്ല. മൊത്തത്തിൽ കൊള്ളാം, നല്ലൊരു സിനിമ. വിജയ് നല്ല ഇതായിട്ട് ചെയ്ത്, അത്യാവശ്യം നല്ല VFX എല്ലാം കൊള്ളാം, കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് ലാഗായിരുന്നു, സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു. ലൈക്ക് കുറെ നാൾക്ക് ശേഷം ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ലൊരു മൂവിയാണ്. ബട്ട് എൻഡിങ് നിങ്ങൾ കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ, പക്ഷെ ട്രൈ ചെയ്തല്ലോ. ഫുൾ എക്സ്പെക്ടേഷൻ ഇന്നലെ കൊള്ളാം, അടിപൊളിയാണ്, കൊള്ളാം, കണ്ടോണ്ടിരിക്കുക. ക്ലൈമാക്സ് കൊള്ളാം, അത്യാവശ്യം കൊള്ളാം, നല്ല രീതിയിൽ കേട്ടില്ല. സ്ക്രീൻ പ്ലേ വെങ്കട് പ്രഭുവിന്റെ ഒരു അത്യാവശ്യം വേറെ ലെവല് തന്നെ ചെയ്തിട്ടുണ്ട്. വെങ്കട് പ്രഭു കുക്കഡ് ഫുൾ കുക്കഡ്.
സ്റ്റോറി കേട്ടോ ക്ലൈമാക്സ് പ്രഭു ചെയ്തിരിക്കുന്നു പക്ക. നല്ല പടം കേട്ടോ. ഫൈറ്റ് എല്ലാം അടിപൊളിയാണ്. എന്തായാലും വെങ്കട് പ്രഭു നല്ലപോലെ ചെയ്തു വെച്ചിട്ടുണ്ട് പടം. നെഗറ്റീവായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. അല്ല, ഒരു ഫാൻസിനെ കണ്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു വിജയ് പടം. ഇങ്ങനെ ഒന്നും പറയില്ല. വെങ്കട് പ്രഭു കട്ടൊക്കെ ചെയ്തിരിക്കുന്നു. സെറ്റ്. പക്ഷെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ട്വിസ്റ്റാണ് അമ്മ കൊടുത്തിരിക്കുന്നത്. സെറ്റ് സെറ്റ് പൊളി. പാട്ടമില്ല, കഥ കൊള്ളാം, മനസ്സിൽ. പക്ഷെ ഫുള്ളിരുന്ന് കാണണം. ഇടയ്ക്കിന്ന് കുറയും കഴിഞ്ഞാൽ തേങ്ങി ഒന്നും മനസ്സിലാവൂല. ലാസ്റ്റ് ഞാൻ 5, 6, 7 വിജയ്. എവിടെ തിരിഞ്ഞാലും വിജയ്. പടം കൊള്ളാം, കിടില പടമാണ്. ലേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് അല്ല, എന്നാലും തെറ്റില്ലാത്ത പടമാണ്. സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. വിജയുടെ നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. വിജയുടെ ആക്ടിംഗ് ഉണ്ട്. സ്ക്രിപ്റ്റ് ഒക്കെ കുറെ കൂടെ ബെറ്റർ ആയിരുന്നു. കുറച്ച് സ്റ്റോറി ലൈൻ കുറച്ച് ഇയേഴ്സ്, ഒരു 10 വർഷം മുന്നത്തെ സ്റ്റോറി ലൈൻ ആണ് കുറച്ച്. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. സിനിമ ഫസ്റ്റ് ഹാഫ് നല്ലതാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് നമുക്ക് ഇറ്റ്സ് എ ഫിക്ഷണൽ കമേഴ്ഷ്യൽ മൂവി. അത് പ്രെഡിക്റ്റബിൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒന്നുമായിട്ട് തോന്നിയില്ല. പക്ഷെ വെങ്കട് പ്രഭുവിന്റെ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് കാണുമല്ലോ. പുള്ളിയുടെ ലാസ്റ്റ് മറ്റേ മാനാട് മങ്കാത്തയൊക്കെ വെച്ചിട്ട്. പക്ഷെ അതിന്റെ അത്രയ്ക്കില്ല. പക്ഷെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിനും കൊടുക്കുന്ന കാശിനും വേസ്റ്റ് ആവില്ല. കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. നത്തിങ് മോർ നത്തിങ് ലെസ്. കണ്ടിരിക്കുക. എന്തായാലും ആദ്യ ഷോയുടെ ശേഷമുള്ള പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഇനിയും ഷോകൾ നടക്കാനുണ്ട്. പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ നമുക്ക് കാണാം. ഇടവേള. ഈ ഗവൺമെന്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലോബിക്കെതിരെയുള്ള ഒരു വിപ്ലവമായി മാറും. അതിന് യാതൊരു തർക്കവുമില്ല. ഒരു കൊട്ടാര വിപ്ലവമാണ്. അല്ല, അത് കൊട്ടാരത്തിലാണോ കുടിലാണോ നമുക്ക് നോക്കാം. ആരോപണങ്ങളിൽ ഭയമില്ലെന്ന് പി ശശി. മുഖ്യമന്ത്രി RSS ബന്ധത്തിന്റെ ഇടനിലക്കാരൻ ADGP എന്ന VD സതീശൻ. PV അൻവറിന്റെ പരാതി അന്വേഷിക്കുമെന്ന് TP രാമകൃഷ്ണൻ. മുഖ്യമന്ത്രിയും അൻവറും ചേർന്ന് പറഞ്ഞു തീർക്കേണ്ട വിഷയമല്ല എന്ന് K സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധം. സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കി. ജാമ്യം ലഭിക്കുന്ന വകുപ്പെന്ന പ്രോസിക്യൂഷൻ വാദം. നിവിൻ പോളിക്കെതിരെ വീണ്ടും പരാതിക്കാരി. നിവിൻ പോളി, ബിനു, കുട്ടൻ, ബഷീർ എന്ന് പറയുന്ന ആൾക്കാരെ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഗുണ്ടകളായിട്ടാണ് എന്റെ മുമ്പിൽ പിന്നെ പ്രത്യക്ഷപ്പെട്ടത്. നിവിൻ പോളി പറഞ്ഞത് ഈ സുനിൽ ചേട്ടനാണ് എനിക്ക് പൈസയൊക്കെ ഫണ്ട് ചെയ്ത് ട്രോൾ ചെയ്യാൻ തരുന്നത്. പുള്ളി പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും. ഹേമ കമ്മിറ്റി മോഡൽ കന്നഡ സിനിമയിലും വേണമെന്ന ആവശ്യം ശക്തമാകും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി നാളെ അവസാനിക്കും. പുതിയ ഗവർണറെ തീരുമാനിക്കാതെ കേന്ദ്ര സർക്കാർ. കാലാവധി നീട്ടി നൽകുമെന്ന സൂചന. മലപ്പുറം പെരുമ്പടപ്പിൽ ഗൃഹനാഥൻ വീടിന് തീയിട്ടു. 3 പേർ മരിച്ചു. ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. പെട്രോൾ സൂക്ഷിച്ച കുപ്പി കണ്ടെത്തി. വിശദമായ അന്വേഷണത്തിന് പോലീസ്. പാപ്പനകോട്ടെ തീപിടുത്തം ആസൂത്രിത കൊലപാതകമെന്ന സംശയത്തിൽ പോലീസ്. പ്രധാനമന്ത്രിയുടെ സിംഗപ്പൂർ സന്ദർശനം തുടരുന്നു. മോദിക്ക് ലഭിച്ചത് ഊഷ്മള വരവേൽപ്പ്. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി. രാഹുൽ ദ്രാവിഡ് വീണ്ടും പരിശീലക വേഷത്തിൽ. രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനാകും. ഫ്രാഞ്ചൈസിയുമായി കരാറിലേർപ്പെട്ടതായി വിവരം. PV അൻവർ പിന്നോട്ടില്ല. താൻ പങ്കുവച്ചത് സാധാരണ പാർട്ടി പ്രവർത്തകരുടെ വികാരം. ആ അന്തസ്സുള്ള മുഖ്യമന്ത്രി, അന്തസ്സുള്ള ഗവൺമെന്റ്, അന്തസ്സുള്ള പാർട്ടി, അവരുടെ മുന്നിലാണ് എന്റെ പെറ്റീഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ജനങ്ങളുടെ മുന്നിലാണ് ഈ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളത്. അജിത് കുമാറിനെ മാറ്റാത്തതിൽ അതൃപ്തി. ഹെഡ്മാസ്റ്ററെ കുറിച്ചൊരു പരാതി വന്നു. വളരെ സീരിയസ് ആയ പരാതി ഹെഡ്മാസ്റ്ററെ കുറിച്ച്. അതാരാ അന്വേഷിക്കുക? ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനുമാണോ അന്വേഷിക്കുക? എന്നിട്ട് ആ അദ്ദേഹത്തിന് തന്നെയാണോ റിപ്പോർട്ട് കൊടുക്കുക? അല്ലല്ലോ. അങ്ങനെയുള്ള ഒരു നയം ഉണ്ടാവും തോന്നുന്നുണ്ടോ? MV ഗോവിന്ദന് പരാതി നൽകി MLA. ഇത് ഈ അഴിമതിക്കെതിരെ, ഈ അക്രമത്തിനെതിരെ
ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെന്റിന് ഇന്ത്യൻ ബാങ്ക് ഗവർണർ സ്ഥാനത്ത് ആരിഫ് മുഹമ്മദ് ഖാന്റെ 5 വർഷ കാലാവധി ഇന്ന് അവസാനിക്കും. പകരം ഗവർണറെ കേന്ദ്രം ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടരാനാണ് സാധ്യത. 5 വർഷമാണ് ഗവർണർമാരുടെ കാലാവധിയെങ്കിലും പുതിയ ഗവർണർ വരുന്നതുവരെ നിലവിലെ ഗവർണർക്ക് തുടരാനാകും. സംസ്ഥാന സർക്കാരുമായി നിരന്തരം ഏറ്റുമുട്ടൽ നടത്തുന്ന ആരിഫ് മുഹമ്മദ് ഖാന് ഒരു ടേം കൂടി കേന്ദ്ര സർക്കാർ നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പുകഴ്ത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കേരള ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ തുടരണം, എല്ലാ വിഘ്നങ്ങളും മാറി കേരളത്തിൽ തുടരാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നും തിരുവഞ്ചൂർ പ്രതികരിച്ചു. ഗവർണർക്ക് അടുത്ത 5 വർഷം ഈ കേരളത്തിൽ തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ മലയിൽ വന്നു പോയി ഈ നല്ല അന്തരീക്ഷത്തിൽ നിന്ന്, ഇവിടുത്തെ നിരന്തരമായ അന്തരീക്ഷത്തിൽ നിന്ന് മടങ്ങിപ്പോയവരാരും സ്വാഭാവികമായി ഒരു വിഷമത്തിനുണ്ടാവില്ല. അവർ ശ്രേയസ്സിലേക്ക് വരുള്ളൂ എന്നെനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട ഗവർണർ 5ാം വർഷം പൂർത്തിയാക്കി വീണ്ടും കേരള ജനതയ്ക്ക് മുമ്പ് ഒരു ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന നിലയിൽ നിൽക്കാനിടയാകും എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഏത് സാഹചര്യത്തിലായിരുന്നു തിരുവഞ്ചൂർ ഗവർണർ തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ ഗവർണറായി തുടരണമെന്നാണ് ആഗ്രഹമെന്ന് പറഞ്ഞതും പുകഴ്ത്തിയത്? ഇന്നലെ വൈകിട്ട് കോട്ടയത്ത് സൂര്യകാലടി മനയിൽ നടന്ന പരിപാടിയിലാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചത്. വിനായക ചതുർത്ഥി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സമ്മേളനമായിരുന്നു നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് തിരുവഞ്ചൂർ ചൂണ്ടിക്കാണിക്കുന്നത് അതിനുള്ള വിഘ്നങ്ങളെല്ലാം മാറട്ടെ എന്ന്. പത്രവാർത്തകളൊക്കെ ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഗവർണർ 5 വർഷം കൂടി തുടർന്നേക്കുമെന്നുള്ളത്. അതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കാം തിരുവഞ്ചൂർ ഗവർണർക്ക് ഒരു 5 വർഷം കൂടി ഇനി തുടരാൻ കഴിയട്ടെ, അതിനുള്ള വിഘ്നങ്ങളൊക്കെ ഉണ്ടാകട്ടെ, ഇവിടെ നിന്ന് വന്നു പോകുന്ന ഒരാൾക്ക് അങ്ങനെ സാധിക്കും, വിഷമങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് തിരുവഞ്ചൂർ പറഞ്ഞത്. തീർച്ചയായും ആ വേദിയുടെ ഒരു സാഹചര്യത്തിൽ അതൊരു ആശംസയായി കരുതാം. പക്ഷേ തിരുവഞ്ചൂർ ഒരു കോൺഗ്രസ് രാഷ്ട്രീയ നേതാവായതുകൊണ്ടും ഗവർണർ സർക്കാർ പോര്, പലപ്പോഴും ഗവർണറെ എതിർക്കുന്ന കോൺഗ്രസ്, ഇതെല്ലാം നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഗവർണർ ഇവിടെ വേണ്ട എന്ന് ഇടത് സർക്കാരൊക്കെ പല ഘട്ടത്തിലും തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ, SFIയുടെ അടക്കം വലിയ സമരങ്ങളൊക്കെ ഉണ്ടായ ഒരു പശ്ചാത്തലം കേരളത്തിലുണ്ട്. അങ്ങനെ അങ്ങനെ ഒരു ഗവർണറും സർക്കാരും BJP എല്ലാം കൂടെ ചേർന്ന് കളിക്കുന്ന നാടകമാണെന്ന് പല ഘട്ടത്തിലും കോൺഗ്രസ് ആരോപിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയം നിലനിൽക്കുമ്പോൾ തിരുവഞ്ചൂരിന്റെ ഈ വാക്കുകൾക്ക് പ്രസക്തി കൂടുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ പൊതുവെയുള്ള നിലപാട് ഇങ്ങനെ ആകണമെന്നില്ല. ഒരുപക്ഷെ തിരുവഞ്ചൂര് ഇനി സംസാരിക്കുമ്പോഴും ഇത് തിരുത്താനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കേവലം ഒരു ആശംസ എന്ന നിലയിലാണ് അദ്ദേഹം ഇതിനെ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇതിലൊരു രാഷ്ട്രീയം കൂടി ഫലത്തിലുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഗവർണർ ഇവിടെ തുടരുന്നതിന് കോൺഗ്രസിന് താല്പര്യമുണ്ടോ എന്നതാണോ തിരുവഞ്ചൂരിന്റെ മനസ്സിൽ കൂടി പുറത്തു വന്നത് എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. അശ്വതി, അതാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പുകഴ്ത്തിയാണ് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സംസാരിച്ചത്. കേരള ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാനെ തുടരാൻ കഴിയട്ടെ, അതിനുള്ള വിഘ്നങ്ങളെല്ലാം മാറി വരട്ടെ എന്നാണ് പറഞ്ഞത്. ജി ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വിദേശ വാർത്തയിലേക്ക് പോകുമ്പോൾ അമേരിക്കയിലെ ജോർജിയയിൽ സ്കൂളിലുണ്ടായ വെടിവയ്പിൽ 4 മരണം ഉണ്ടായിരിക്കുന്നു. ജോർജിയയിലെ അബലാച്ചി ഹൈസ്കൂളിലെ 2 വിദ്യാർത്ഥികളും 2 അധ്യാപകരുമാണ് കൊല്ലപ്പെട്ടത്. 9 പേർക്ക് പരിക്കേറ്റു. ഇതേ സ്കൂളിലെ 14-കാരനായ വിദ്യാർത്ഥിയാണ് വെടിവയ്പ്പിന് പിന്നിൽ. അക്രമി പോലീസ് കസ്റ്റഡിയിലാണെന്ന് അറിയുന്നു. കൃഷ്ണേന്ദു നായർ ചേരുന്നു വിവരങ്ങളുമായി. കൃഷ്ണേന്ദു, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ഈ അക്രമി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ആൻഡ് ഈ ആക്രമണം ഉണ്ടായതിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെടിയുതിർത്തതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് ഇതുവരെ നമുക്ക് വ്യക്തമായിട്ടില്ല. മാത്രമല്ല ഈ 14-കാരൻ കോൾട്ട് ക്രേ ക്ലാസ് സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോവുകയും തിരിച്ചു കയറി വന്ന് വെടിയുതിർക്കുകയും ചെയ്യുകയായിരുന്നു. 9 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 8 വിദ്യാർത്ഥികൾക്കും ഒരു അധ്യാപകനും അടക്കം 9 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അപ്പലാച്ചി സ്കൂൾ ഫ്ലോറിഡയിലാണ് ഈ സ്കൂളിലെ 4 പേര് മരണപ്പെട്ടിട്ടുണ്ട്. 4 പേരെന്ന് പറയുമ്പോൾ 2 വിദ്യാർത്ഥികളും 2 അധ്യാപകരും അടക്കമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ കാരണം നമുക്കിതുവരെ വ്യക്തമല്ല. ഇന്നലെ ഏകദേശം പ്രാദേശിക സമയം 9:45 ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അശ്വതി, കൃഷ്ണേന്ദു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൃഷ്ണേന്ദു, മറ്റൊരു
ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി നരേന്ദ്രമോദി സിംഗപ്പൂരിൽ തുടരുകയാണ്. പ്രധാനമന്ത്രിക്ക് സിംഗപ്പൂർ പാർലമെന്റ് ഹൌസിൽ ഇന്ന് ഔദ്യോഗിക സ്വീകരണം നൽകുമെന്നും അറിയുന്നു. ഒപ്പം പ്രസിഡന്റുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇന്ത്യയിലേക്കുള്ള നിക്ഷേപ സാധ്യത കൂട്ടുക, അതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. എന്തൊക്കെയാണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? തീർച്ചയായും അശ്വതി, ബ്രൂണൈ സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെയാണ് സിംഗപ്പൂരിലെത്തിയത്. സിംഗപ്പൂരിലെത്തിയ അദ്ദേഹത്തിന് ഇന്നാണ് വരവേൽപ്പ് നൽകുന്നത്. ഔദ്യോഗികമായ വരവേൽപ്പ് ഇന്നാണ് നൽകുന്നത്. മാത്രമല്ല ഇന്നലെ പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ന് പ്രസിഡന്റും മറ്റ് പ്രധാന രാഷ്ട്രീയ പ്രവർത്തകരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ബ്രൂണൈയിൽ അദ്ദേഹം സൈനികം, ആരോഗ്യം അങ്ങനെ റിലേറ്റഡ് കാര്യങ്ങളിൽ ചർച്ചകൾ നടത്തിയിരുന്നെങ്കിൽ സിംഗപ്പൂരിൽ അദ്ദേഹം എത്തുമ്പോൾ ഡിജിറ്റൽ മേഖല, ആരോഗ്യം, നൈപുണ്യശേഷി എന്ന കാര്യങ്ങളിലെ പദ്ധതികൾക്ക് തീർച്ചയുണ്ടാക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അശ്വതി. ശരി, കൃഷ്ണനാരായണ വിവരങ്ങൾ നൽകിയത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. മദ്യനയ കേസിൽ CBI രജിസ്റ്റർ ചെയ്ത കേസിലാണ് കെജ്രിവാൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. MG മിഥുനാണ് ചേരുന്നത്. മിഥുൻ, ഇന്ന് നിർണായകമാണ്. കെജ്രിവാളിനെ സംബന്ധിച്ച് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്? അശ്വതി, അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിട്ട് ഇന്നേക്ക് 150 ദിവസം പിന്നിടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിലാണ് ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ സമീപിച്ചിരിക്കുന്നത്. 2 ഹർജികളാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മനു അഭിഷേക് സിംഗ്വിയാണ് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഇന്ന് കോടതിയിൽ ഹാജരാകുന്നത്. ജസ്റ്റിസുമാരായിട്ടുള്ള സൂര്യകാന്ത് അടക്കമുള്ള 2-അംഗ ബെഞ്ചാണ് ഇന്ന് ഈ കേസ് പരിഗണിക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാണിക്കുന്നത് CBI രജിസ്റ്റർ ചെയ്തുള്ള കേസിൽ കൃത്യമായ വിവരങ്ങൾ കോടതിയിൽ ഹാജരാക്കുന്നത് അത് ഈ കേസ് നീട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനമാണ് CBIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കേസ് വൈകിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങൾ CBIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നടക്കമുള്ള വിമർശനങ്ങൾ കൂടി ഇന്ന് കോടതിയിൽ ഉന്നയിക്കാനാണ് അരവിന്ദ് കെജ്രിവാളിന്റെ തീരുമാനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ഓഗസ്റ്റ് 23-ന് ഈ കേസ് സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് വന്നപ്പോൾ അന്ന് CBIയോട്, അതായത് അന്ന് അരവിന്ദ് കെജ്രിവാൾ ഉയർത്തിയ വാദങ്ങൾക്ക് കൃത്യമായ സത്യവാങ്മൂലം നൽകാൻ CBIയോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. ആ സത്യവാങ്മൂലം അടക്കം ഇന്ന് കോടതിയുടെ മുന്നിലേക്ക് വരും. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് വാദം തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ സമീപ ദിവസങ്ങളിൽ ഈ ഒരു ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട നേരത്തെ അറസ്റ്റിലായിട്ടുള്ള ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അടക്കമുള്ള നേതാക്കളെ ജാമ്യം ലഭിച്ച് പുറത്തു വരികയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ BRS നേതാവ് K കവിതയ്ക്കും ജാമ്യം ലഭിച്ചിരുന്നു. കൂടാതെ ആം ആദ്മി കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള മലയാളികൾ കൂടിയായിട്ടുള്ള പ്രധാനപ്പെട്ട ഈ കേസിൽ പ്രതിയായി കണക്കാക്കപ്പെടുന്ന വിജയ് നായർക്കും ജാമ്യം കോടതി നൽകിയിരുന്നു. ഒപ്പം തന്നെ അന്ന് സുപ്രീം കോടതി ചില പരാമർശങ്ങൾ ഈ വിജയ് നായർക്ക് ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്യുന്നു. ഇതൊക്കെ തന്നെ അനുകൂലമായി മാറുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അരവിന്ദ് കെജ്രിവാൾ ഉള്ളത്. എന്തായാലും ഇന്ന് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ദിവസമാണ്. 11 മണിയോടുകൂടിയാണ് ഈ കേസ് കോടതിക്ക് മുന്നിലേക്ക് വരിക. എന്തായാലും ജാമ്യം ലഭിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി ഉള്ളത്, അരവിന്ദ് കെജ്രിവാൾ ഉള്ളത്. അതാണ് മിഥുൻ. ഒപ്പം ഈ ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ് മുന്നണികൾ. കാർഷിക വിഷയം മുതൽ ഗുസ്തി താരങ്ങളുടെ പോരാട്ടം വരെ അനുകൂലമാകും എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അതേസമയം വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും ഒക്കെ കോൺഗ്രസിൽ ചേരുമെന്ന അഭ്യൂഹങ്ങളും ശക്തമായിരിക്കുകയാണല്ലോ. കോൺഗ്രസ് എന്തായാലും വലിയ പ്രതീക്ഷയിലാണ്. മറ്റു മുന്നണികളുടെ തയ്യാറെടുപ്പുകൾ അതൊക്കെ എങ്ങനെയാണ്? അശ്വതി, തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് ഹരിയാനയിൽ ഇത്തവണ വലിയ മേൽക്കൈ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നുണ്ട്. അതിന് പ്രധാനമായ ഒരു ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്താൻ ഹരിയാനയിൽ കോൺഗ്രസിന് സാധിച്ചിരുന്നു. 10 സീറ്റുകളാണ് ഹരിയാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതെങ്കിൽ 5 വീതം സീറ്റ് ലഭിച്ച് മുന്നേറാൻ ഇത്തരത്തിൽ കോൺഗ്രസിന് സാധിക്കുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. കൂടാതെ തന്നെ കാർഷിക വിഷയം ഉയർത്തിയും ഗുസ്തി താരങ്ങളുടെ ഈ പോരാട്ടം അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് ഉയരുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ വിനേഷ് ഫോഗട്ടും ഒപ്പം തന്നെ ബജ്രംഗ് പുനിയ അടക്കമുള്ള താരങ്ങൾ എത്തി നേരിൽ കാണുകയും ചെയ്തു. ഇതിനു മുമ്പ് തന്നെ ഇവർ കോൺഗ്രസിൽ ചേരും, ഒപ്പം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിനേഷ് ഫോഗട്ട് വരുമെന്നടക്കമുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഈ അഭ്യൂഹങ്ങൾ ഇപ്പോൾ കൂടുതൽ ശക്തമായിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതോട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇനി സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. CWC യോഗം നാളെ ചേരാനിരിക്കുകയാണ് ഈ ഒരു ഹരിയാനയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ACC ആസ്ഥാനത്ത്. അതിനടക്കം ഈ ഒരു സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അല്പസമയത്തിനു മുമ്പ് കോൺഗ്രസിന് അനുകൂലമായി ഇത്തരത്തിൽ BJPയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഹരിയാനയിലെ MLA കൂടിയായിട്ടുള്ള വ്യക്തി ഇപ്പോൾ BJP പാർട്ടി വിട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒപ്പം മുതിർന്ന BJP നേതാക്കൾ 3 പേര് കൂടി പാർട്ടി വിട്ടിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നു. അത്തരത്തിൽ BJPക്ക് തിരിച്ചടിയായി മാറുന്നു ഹരിയാനയിലെ ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് വലിയ പ്രതീക്ഷയോടെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും JP നദ്ദ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗം ചേർന്നിരുന്നു. ഹരിയാനയിൽ സമീപകാലത്തുണ്ടായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ, ഈ ഗുസ്തി തർക്കങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയും ഒപ്പം തന്നെ തുടർ നീക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടിയൊക്കെയുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ പാളിച്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങൾ ഹരിയാനയിൽ കേന്ദ്രീകരിച്ച് നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശം പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി ഇവിടെ പ്രചരണത്തിനായി ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ ഷെഡ്യൂളുകൾ തയ്യാറാക്കുകയാണ്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയും മറ്റ് പ്രതിപക്ഷ നേതാക്കളും ഒക്കെ തന്നെ, ഈ പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം വലിയ ചർച്ചകൾ ഈ കോൺഗ്രസ് സഖ്യവുമായി ബന്ധപ്പെട്ട, അതായത് ആം ആദ്മിയുമായി സഖ്യവുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതിൽ വലിയ രീതിയിൽ എതിർപ്പുകളുണ്ട്. കാരണം 10 സീറ്റാണ് ഇതിനോടകം തന്നെ ആം ആദ്മി ചോദിച്ചിട്ടുള്ളത്. 7 സീറ്റ് വരെ നൽകാമെന്നുള്ളൊരു നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. അതിൽ സംബന്ധിച്ചുള്ള ധാരണ ഇനി ആകേണ്ടതായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശുഭപ്രതീക്ഷയോടെയാണ് മുന്നണികൾ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ഓണക്കാലത്ത് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടി സർക്കാർ. ഓണച്ചന്തകൾ ഇന്ന് തുടങ്ങാനിരിക്കെ അരി, തുവരപ്പരിപ്പ്, പഞ്ചസാര എന്നിവയ്ക്ക് സപ്ലൈകോ വില വർദ്ധിപ്പിച്ചു. 27 രൂപ വിലയുണ്ടായിരുന്ന പഞ്ചസാരയ്ക്ക് 33 രൂപ ആയി വർദ്ധിച്ചു. അതേസമയം സപ്ലൈകോ ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഓണക്കിറ്റുകൾ റേഷൻ കടകൾ വഴി സെപ്റ്റംബർ 9 മുതൽ വിതരണം ചെയ്യും. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് ഡ്രൈവറെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവർ കൊയിലാണ്ടി കോട്ടക്കൽ സ്വദേശി M നൌഷാദിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട പ്രതി കണ്ണൂർ സ്വദേശി PK ഷഹീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ, ദൃശ്യങ്ങൾ വ്യക്തമല്ലെങ്കിൽ പോലും അവിടെ ആക്രമണം ഏത് സാഹചര്യത്തിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്? പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. തീർച്ചയായും അശ്വതി, ഇന്നലെ രാവിലെ 6:45 വടകരയിൽ നിന്നും പുറപ്പെട്ട് 8:30 കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തിയ ബസ്സിലെ ഡ്രൈവർക്കാണ് മർദ്ദനമേറ്റത്. ഇദ്ദേഹം ഈ വാഹനം കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തിയ ശേഷം ട്രാക്കിൽ കയറ്റിയിട്ട ശേഷം വിശ്രമിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് പരിചയക്കാരൻ കൂടിയായ ഷഹീർ എന്നയാൾ, മറ്റൊരു ബസ്സിലെ ജീവനക്കാരനാണ്, ഇയാൾ ഈ നൌഷാദിന്റെ ബസ്സിലേക്ക് പാഞ്ഞു കയറുകയും ആദ്യം കൈകൊണ്ട് മുഖത്തും ശരീരത്തിലും അടിക്കുകയും പിന്നീട് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഈ ബസ്സിലെ തന്നെ കണ്ടക്ടറായ പ്രമോദ് ഇദ്ദേഹത്തെ പിടിച്ചു മാറ്റി പിന്നോട്ട് കൊണ്ടുപോയെങ്കിലും പിൻസീറ്റിനടിയിൽ ഉണ്ടായിരുന്ന ജാക്കി ലിവർ എടുത്ത് നൌഷാദിന്റെ തലയ്ക്ക് അടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഗുരുതരമായ പരിക്ക് പറ്റിയത്. പിന്നീട് ഈ രക്തം വാർന്ന് താഴെ വീണ ബസ്സിൽ വീണ നൌഷാദിനെ സഹപ്രവർത്തകർ ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഗുരുതരാവസ്ഥയിലായ അദ്ദേഹം ചികിത്സയിൽ കഴിയുകയാണ്. അതീവ ഗുരുതരാവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി കടന്നു പോവുകയും ചെയ്യുന്നത്. ഈ സമയം ഈ ആളുകൾ ഈ നൌഷാദിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടെ ഷഹീർ വാഹനത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുകയുമായിരുന്നു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ഈ രണ്ടുപേർ, ഈ നൌഷാദും ഷഹീറും തമ്മിൽ ഓടിക്കുന്ന വാഹനങ്ങൾ തമ്മിൽ നേരിയ വ്യത്യാസത്തിലാണ് വടകരയിൽ നിന്നും കോഴിക്കോട്ടേക്ക് വന്നത്. പലവട്ടം ഈ നൌഷാദിന്റെ ബസ് മറികടന്ന് പോരുകയും ചെയ്തിരുന്നു. ഇതിൽ ഉള്ള വൈരാഗ്യം നിമിത്തമാണ് ആക്രമിച്ചതെന്നാണ് പ്രതി ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും പോലീസ് വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കണ്ണൂർ മമ്പറം സ്വദേശി കൂടിയായ PK ഷഹീറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഈ കോഴിക്കോട് വടകര റൂട്ടിൽ പതിവാണ്. പലപ്പോഴും ഈ മത്സരോട്ടത്തിനൊടുവിൽ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെത്തി ഈ പരസ്പരം ഏറ്റുമുട്ടുന്ന അതും പതിവുണ്ട്. കഴിഞ്ഞ ആഴ്ചയും ഏതാണ്ട്
ഈ സമാനമായ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടൽ നടന്നിരുന്നു. അന്ന് യാത്രക്കാരടക്കമുള്ളവർ ഏറ്റുമുട്ടലിൽ പങ്കെടുക്കുകയും ഒരു കൂട്ട അടിയിലേക്ക് പ്രശ്നങ്ങൾ നീങ്ങുകയുമാണ് ചെയ്തത്. ബസ്സുകൾ അന്ന് പോലീസ് കസ്റ്റഡി എടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടും വർഷം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കുകയും ബസ്സുകാർക്ക് നോട്ടീസ് നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അശ്വതി. ശരി, MS സനീഷ് കുമാറാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം ഒരു ലോബിക്കെതിരെയുള്ള ഒരു വിപ്ലവമായി മാറും. അതിന് യാതൊരു തർക്കമില്ല. ഒരു കൊട്ടാര വിപ്ലവമാണ്. അല്ല, അത് കൊട്ടാരത്തിലാണോ കുടിലാണോ നമുക്ക് നോക്കാം. ആരോപണങ്ങളിൽ ഭയമില്ലെന്ന് പി ശശി. മുഖ്യമന്ത്രി RSS ബന്ധത്തിന്റെ ഇടനിലക്കാരൻ ADGP എന്ന VD സതീശൻ. PV അൻവറിന്റെ പരാതി അന്വേഷിക്കുമെന്ന് TP രാമകൃഷ്ണൻ. മുഖ്യമന്ത്രിയും അൻവറും ചേർന്ന് പറഞ്ഞു തീർക്കേണ്ട വിഷയമല്ല എന്ന് K സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധം. സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കി. ജാമ്യം ലഭിക്കുന്ന വകുപ്പെന്ന പ്രോസിക്യൂഷൻ വാദം. നിവിൻ പോളിക്കെതിരെ വീണ്ടും പരാതിക്കാരി. നിവിൻ പോളി, ബിനു, കുട്ടൻ, ബഷീർ എന്ന് പറയുന്ന ആൾക്കാരെ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഗുണ്ടകളായിട്ടാണ് എന്റെ മുമ്പിൽ പിന്നെ പ്രത്യക്ഷപ്പെട്ടത്. നിവിൻ പോളി പറഞ്ഞത് സുനിൽ ചേട്ടനാണ് എനിക്ക് പൈസ ഒക്കെ ഫണ്ട് ചെയ്ത് ട്രോൾ ചെയ്യാൻ തരുന്നത്. പുള്ളി പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും. ഹേമ കമ്മിറ്റി മോഡൽ കന്നഡ സിനിമയിലും വേണമെന്ന ആവശ്യം ശക്തമാകും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി നാളെ അവസാനിക്കും. പുതിയ ഗവർണറെ തീരുമാനിക്കാതെ കേന്ദ്ര സർക്കാർ. കാലാവധി നീട്ടി നൽകുമെന്ന സൂചന. മലപ്പുറം പെരുമ്പടപ്പിൽ ഗൃഹനാഥൻ വീടിന് തീയിട്ടു. 3 പേർ മരിച്ചു. ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. പെട്രോൾ സൂക്ഷിച്ച കുപ്പി കണ്ടെത്തി. വിശദമായ അന്വേഷണത്തിന് പോലീസ്. പാപ്പനകോട്ടെ തീപിടുത്തം ആസൂത്രിത കൊലപാതകമെന്ന സംശയത്തിൽ പോലീസ്. പ്രധാനമന്ത്രിയുടെ സിംഗപ്പൂർ സന്ദർശനം തുടരുന്നു. മോദിക്ക് ലഭിച്ചത് ഊഷ്മള വരവേൽപ്പ്. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി. രാഹുൽ ദ്രാവിഡ് വീണ്ടും പരിശീലക വേഷത്തിൽ. രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനാകും. ഫ്രാഞ്ചൈസിയുമായി കരാറിലേർപ്പെട്ടതായി വിവരം. PV അൻവർ പിന്നോട്ടില്ല. താൻ പങ്കുവച്ചത് സാധാരണ പാർട്ടി പ്രവർത്തകരുടെ ഏജൻസി. ഇടുക്കി ചൊക്രമുടിയിലെ ഭൂമി കയ്യേറ്റത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട റവന്യൂ മന്ത്രി. അതീവ പരിസ്ഥിതിലോല മേഖലയായ മൂന്നാർ ചൊക്രമുടിയിൽ സ്വകാര്യ വ്യക്തി 60-ലധികം പ്ലോട്ടുകൾ വിറ്റുവെന്നാണ് കണ്ടെത്തൽ. 5 മുതൽ 15 സെന്റ് വരെയുള്ള 60-ലധികം പ്ലോട്ടുകളാണ് വിറ്റത്. പ്രദേശത്ത് പാറ പൊട്ടിച്ചും കുന്നുകൾ ഇടിച്ചു നിരത്തിയും മരങ്ങൾ മുറിച്ചു കടത്തിയുമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പ്രിൻസ് ജെയിംസ് ചേരുന്ന വിവരങ്ങളുമായി. ഇടുക്കിയിൽ നിന്നും പ്രിൻസ്, അതീവ പരിസ്ഥിതി ലോല മേഖലയാണ്, എന്നിട്ടും അവിടെ ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടക്കുന്നു എന്നുള്ളതാണ് നമ്മളെ അമ്പരപ്പിക്കുന്നത്. 60-ലധികം പ്ലോട്ടുകൾ വിറ്റു എന്ന് പറയുമ്പോൾ ഒരു വലിയ മേഖല കയ്യേറ്റം ചെയ്യപ്പെട്ടു എന്നാണല്ലോ. എന്താണ് ഇപ്പോഴുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? അശ്വതി, തീർച്ചയായും അതീവ പരിസ്ഥിതിലോലമായ റെഡ് സോണിൽ ഉൾപ്പെട്ട പ്രദേശമാണ് ഇവിടം. പ്രത്യേകിച്ചും ഗ്യാപ് റോഡിന് സമീപ മേഖലയാണ് ചൊക്രമുടി വനമേഖലകൾ. ഈ പ്രദേശത്താണ് മുൻപും നിരവധി ഈ മണ്ണിടിച്ചിലൊക്കെ ഗ്യാപ് റോഡിൽ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്, അനുഭവപ്പെട്ടിട്ടുണ്ട്. വലിയ തോതിലുള്ള എല്ലാ വർഷവും ഗ്യാപ് റോഡ് പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടാകുകയും ഗതാഗത തടസ്സമുള്ള അനുഭവപ്പെടുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് ചൊക്രമുടി മേഖലയിൽ സമീപ പ്രദേശത്തെ ഗ്യാപ് റോഡിൽ നിന്ന് വലിയ ദൂരമില്ലാത്തൊരു പ്രദേശത്ത് ഈ മലമുകളിലൊക്കെ ഈ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പ്രത്യേകിച്ചും റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ മൗനാനുഭവത്തോടെയാണ് ഇത്തരത്തിൽ നിർമ്മാണം നടക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കാരണം വലിയ തോതിലുള്ള റോഡ് നിർമ്മിച്ചിരിക്കുന്നു, ഒപ്പം പാറ ഖനനം നടക്കുന്നു. അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് മരങ്ങൾ ഈ മേഖലയിൽ നിന്ന് മുറിച്ചു കടത്തിയതായി നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ഇത്രയും വലിയ
നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടും മുൻപ് റവന്യൂ ഉദ്യോഗസ്ഥർ യാതൊരുവിധ നടപടികളും എടുത്തില്ല എന്നുള്ളതും സംശയം ജനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒപ്പം 20 ഏക്കർ ഭൂമി സംബന്ധിച്ചാണ് ഇവിടെ ആരോപണം ഉയർന്നിരിക്കുന്നത്. 20 ഏക്കർ പല തുണ്ടുകളായി 5 മുതൽ 15 സെന്റ് വരെയുള്ള പ്ലോട്ടുകളായി ഏകദേശം 60ഓളം പ്ലോട്ടുകൾ വിൽപ്പന നടന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പലരും അഡ്വാൻസ് നൽകിയിട്ടുണ്ട്. ഏകദേശം ഏക്കറിന് 3.5 കോടിയോളം രൂപ വരുന്ന നിരക്കിൽ ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിൽപ്പന നടത്തിയിട്ടുള്ളതാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ എന്തായാലും റവന്യൂ മന്ത്രി അന്വേഷണം ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു തോതിലുള്ള കയ്യേറ്റവും അനുബന്ധ പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമാണ് ചക്രമുടിയിൽ സാഹചര്യം ഒരുക്കുന്നത്. അത് എന്തായാലും വലിയ ആശങ്കയ്ക്ക് ഇടവരുന്നുണ്ട്. കാരണം ചക്രമുടിയുടെ താഴ്വാര മേഖലകളൊക്കെ വലിയ ജനവാസ മേഖലയാണ്. ഇവിടെ മണ്ണിടിച്ചിൽ അടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ വലിയ പ്രശ്നങ്ങൾക്കൊക്കെ ഇരയാക്കാനുണ്ട്. വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. കാരണം വലിയൊരു ജനവാസ മേഖലയാണ് ഈ പ്രദേശത്തോട് താഴ്ന്നു കിടക്കുന്ന പേശനവാലി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ആശങ്കകൾക്കൊക്കെ പരിഹാരം ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. ആൾക്കാർക്കെതിരെ ഇത്തരത്തിൽ കയ്യേറ്റവും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയവർക്കെതിരെയും കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാവണമെന്നും ഇതിന് കൂട്ടുനിന്ന റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. വലിയ തോതിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെയാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ മൗന അനുവാദത്തോടെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് തന്നെയാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. എന്തായാലും റവന്യൂ വകുപ്പ് മന്ത്രി ഈ കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടതിനാൽ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അശ്വതി, അതാണ് പ്രിൻസി, നാട്ടുകാരുടെ ആ ആരോപണം നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. കാരണം ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അവിടെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കുറെ കാലങ്ങളായി നടക്കുന്നു എന്നുള്ളതാണല്ലോ. ഇത്രയും അധികം സ്ഥലം പ്ലോട്ടുകളായി തിരിച്ചുകൊണ്ട് അതിന്റെ ഇടപാടുകൾ നടത്തി അത് വിറ്റു എന്ന് പറയുമ്പോൾ എത്രയോ ദിവസങ്ങളായി അല്ലെങ്കിൽ എത്രയോ കാലങ്ങളായി നടക്കുന്ന ഇടപാടുകളാണല്ലോ. ഇത് ആരും കണ്ടില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അശ്വതി, തീർച്ചയായും ഈ വിഷയത്തിൽ ഇതുതന്നെയാണ് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ റവന്യൂ വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. കാരണം പലതവണ ഇത്തരത്തിലുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സംബന്ധിച്ച് നാട്ടുകാർ റവന്യൂ ഉദ്യോഗസ്ഥർക്കൊക്കെ സൂചന നൽകിയിരുന്നെങ്കിൽ പോലും ഇവർ യാതൊരു നടപടികളും സ്വീകരിച്ചില്ല. ഒപ്പം റെഡ് സോണിൽ ഉൾപ്പെടുന്ന ഒരു മേഖലയാണ്, അതീവ പരിസ്ഥിതി ദുർബലമായ ഒരു പ്രദേശമാണ്. ഇവിടെ പാറ ഖനനമടക്കം നടക്കുന്നു. അതൊക്കെ അതിനൊക്കെ എങ്ങനെ അനുമതി കിട്ടി എന്ന് പാറ ഖനനം നടത്താൻ എങ്ങനെ അനുമതി കിട്ടിയെന്നും നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും ഒരു കൃത്യമായ മറുപടി റവന്യൂ ഉദ്യോഗസ്ഥരൊന്നും നൽകിയിട്ടില്ല. എന്തായാലും കാലങ്ങളായി ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയായിരുന്നു. ആവശ്യമായ റോഡൊക്കെ നിർമ്മിച്ച ശേഷമാണ് ഈ പ്ലോട്ടുകളൊക്കെ തിരിച്ചുള്ള വിൽപ്പനയൊക്കെ നടത്തിയത്. വലിയ നിരവധി ആളുകൾ ഈ പ്ലോട്ടുകൾ വാങ്ങുന്നതിനായി പണം നൽകിയിട്ടുണ്ട്. അപ്പോൾ പലരും വാങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ തോതിൽ വലിയൊരു കയ്യേറ്റവും വിൽപ്പനയുമാണ് ഈ മേഖലയിൽ നടന്നത്. കോടിക്കണക്കിന് രൂപയുടെ. ഇതിനെല്ലാം റവന്യൂ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ അറിവും സമ്മതവും ഉണ്ടായിരുന്നു തന്നെയാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. കാരണം കാലങ്ങളോളമായി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നു. വലിയ ജനരോഷം ഉയരുന്നത് വരെ ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നു. ഇതൊക്കെ തന്നെ വലിയ സംശയത്തിന് ഇടയാക്കുന്നുണ്ട്. അശ്വതി, ശരി, പ്രിൻസ് ആണ് വിവരങ്ങൾ നൽകി. എന്തായാലും റവന്യൂ വകുപ്പ് ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്ന വൈകിയ വേളയിലെങ്കിലും അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഇനിയുള്ള നടപടിക്രമങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇടുക്കി അടിമാലിയിൽ ടൗണിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കുരങ്ങാട്ടി ഗ്രാമം ഇപ്പോഴും പരിധിക്ക് പുറത്താണ്. മൊബൈൽ നെറ്റ്വർക്ക് സൗകര്യം ഒരുക്കണമെന്ന ആവശ്യം കാലങ്ങളായി നാട്ടുകാർ ഉന്നയിക്കുമ്പോഴും അധികൃതർ ഇടപെടുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. അടിമാലി ടൗണിൽ നിന്ന് കുറച്ചു ദൂരമേ കുരങ്ങാട്ടി ഗ്രാമത്തിലേക്കുള്ളൂ. സമീപ പ്രദേശങ്ങളിലൊക്കെ മൊബൈൽ നെറ്റ്വർക്ക് സൗകര്യമുള്ളപ്പോഴും കുരങ്ങാട്ടി ഇപ്പോഴും പരിധിക്ക് പുറത്താണ്. വിദ്യാർത്ഥികളും മൊബൈൽ കവറേജ് ഇല്ലാത്തതുമൂലം ഏറെ ബുദ്ധിമുട്ടിലാണ്. നിർമ്മാണം പൂർത്തീകരിച്ച BSNL ടവർ കമ്മീഷൻ ചെയ്യാൻ അധികൃതർ ഇനിയും തയ്യാറാവാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. എന്നാൽ ഇവിടെ റേഞ്ചില്ല. കാരണം ഇവിടെ ടവർ ഒരെണ്ണം പണിത് വെച്ചിട്ടുണ്ടെന്നല്ലാണ്ട് അതുകൊണ്ട് ഒരു കാര്യവുമില്ല. അത് കുറേ മാസങ്ങളായി അതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ട്. പക്ഷെ അത് ഇത്രയും നാളായിട്ട് ഓപ്പൺ ആയിട്ടില്ല. അത് അവരോട് ചോദിക്കാൻ പറയും അടുത്ത മാസം 30-ാം തീയതി, അടുത്ത മാസം 30-ാം തീയതി. ആ ഇലക്ഷൻ മുമ്പ് വരെ വന്ന് ഇലക്ഷൻ കഴിയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉദ്ഘാടനം ഓപ്പൺ ചെയ്യാത്തതെന്ന് പറഞ്ഞത്. ആ ഇലക്ഷനും കഴിഞ്ഞു, അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടും ഇതുവരെ ആയിട്ടും അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. വിദ്യാലയങ്ങൾ, പൊതുവിതരണ കേന്ദ്രം, ആരോഗ്യ കേന്ദ്രം തുടങ്ങിയ പല സ്ഥാപനങ്ങളും കുരങ്ങാട്ടിയിലുണ്ട്. പ്രകൃതി മനോഹരമായ പ്രദേശമായതിനാൽ നിരവധി വിനോദസഞ്ചാരികളും ഇവിടേക്കെത്താറുണ്ട്. എന്നാൽ മൊബൈൽ കവറേജ് ലഭ്യമല്ലാത്തതിനാൽ കുരങ്ങാട്ടി ഗ്രാമത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും താളം തെറ്റുകയാണ്. കാട്ടാൻ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യവും ഇവിടെ രൂക്ഷം. പ്രദേശവാസികൾക്ക് പുറം ലോകത്തേക്ക് ബന്ധപ്പെടാൻ യാതൊരു മാർഗവുമില്ലാത്ത സാഹചര്യത്തിൽ
മൊബൈൽ ടവർ എത്രയും പെട്ടെന്ന് പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 അടിമാലി. വയനാടിന്റെ വിനോദസഞ്ചാര മേഖലയെ കൈപിടിച്ചുയർത്താൻ സർക്കാർ. മേപ്പാടി പഞ്ചായത്തിലെ 3 വാർഡുകളെയാണ് ഉരുൾപൊട്ടൽ തകർത്തതെങ്കിലും വയനാട് ജില്ലയുടെ ടൂറിസം സാധ്യതകളെ മൊത്തത്തിൽ ഇത് ബാധിച്ചു. പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ വയനാട്ടിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ പ്രത്യേക ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ് വിനോദസഞ്ചാര വകുപ്പ്. മനോഹരമായ ഭൂപ്രകൃതി, കൊടും വേനലിൽ പോലും ഇളം തണുപ്പ്. സ്വർഗമാണ് വയനാട്. സഞ്ചാരികളുടെ ഒഴുക്കായിരുന്നു കഴിഞ്ഞ വർഷവും ദുരന്തത്തിന് തൊട്ടുമുമ്പ് വരെയും വയനാട്ടിലേക്ക്. ആ നല്ല നാളുകളിലേക്ക് വയനാടിനെ കൈപിടിച്ചുയർത്താനാണ് ശ്രമം. നിലവിലെ സാഹചര്യത്തിൽ വയനാടിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് കേരളത്തിലെ സഞ്ചാരികളെ ആകർഷിക്കുവാനുള്ള ക്യാമ്പയിനുകളാണ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിലേക്ക് കൂടുതൽ സഞ്ചാരികളെ കൊണ്ടുവരാൻ വയനാടിന് കൂടി പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ക്യാമ്പയിൻ സംഘടിപ്പിക്കുക. വിനോദസഞ്ചാര മേഖലയാണ് വയനാട്ടിലെ വലിയൊരു വിഭാഗം ജനങ്ങളുടെയും ജീവിതമാർഗം. തേൻ നെല്ലിക്ക മുതൽ സുഗന്ധവ്യഞ്ജനങ്ങളും തേയിലയും വരെ നിരവധി കുടുംബങ്ങളുടെ ജീവിത വഴികളായിരുന്നു. ടൂറിസ്റ്റുകൾ വരാതായതോടെ ആ ജീവിതമാർഗം കൂടിയാണ് അടഞ്ഞത്. മേപ്പാടിയുടെ ഏറെ അകലെയുള്ള മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോലും ആളുകൾ വരാൻ മടിക്കുന്നു. ഇത് മാറ്റിയെടുക്കുകയാണ് ലക്ഷ്യം. ചൂരൽമലയ്ക്ക് സമീപമുള്ള അട്ടമല ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളും വൈകാതെ തുറക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഒപ്പം ചൂരൽമലയിൽ ടൂറിസം അടിസ്ഥാനപ്പെടുത്തിയുള്ള കച്ചവട സ്ഥാപനങ്ങൾ തുറന്നു നൽകാനും ആലോചനയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. നാടൻ കറിയിലകൾ കൊണ്ട് 50ഓളം വിഭവങ്ങൾ തയ്യാറാക്കി കാസർഗോഡ് പടന്ന GUP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ അമ്മമാർ. കുട്ടികൾക്ക് ഇലക്കറികളുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്താനാണ് PTA-യും ഇക്കോ ക്ലബ്ബും ചേർന്ന് ഇലക്കറി മേള ഒരുക്കിയത്. ഇലക്കറികളുടെ പെരുമ വിളിച്ചോതുന്നതായിരുന്നു മേള. അമ്മമാർ വീടുകളിൽ നിന്നും തയ്യാറാക്കിയ വ്യത്യസ്ത തരം വിഭവങ്ങൾ കുട്ടികൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും ഗുണങ്ങൾ വിവരിച്ചു നൽകുകയും ചെയ്തു. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച മേളയിൽ തോരൻ, ചമ്മന്തി, പച്ചടി ഇനങ്ങളായിരുന്നു കൂടുതലും. മുത്തുൽ കൊണ്ടുള്ള ചമ്മന്തിയും പച്ചടിയും തോരനും രുചിയിൽ മികച്ചു നിന്നു. രുചി വൈവിധ്യങ്ങൾ ഒരുക്കുന്നതിൽ മുന്നിട്ട് നിന്നത് മുരിങ്ങയിലയായിരുന്നു. പലതരം ചീരകൾ, തഴുതാമ, താള്, കൊടുത്തൂവ എന്നിവയെല്ലാം വ്യത്യസ്ത രുചികളിൽ മേശമേൽ നിരന്നു. വിദ്യാലയത്തിൽ നടത്തിയ സർവേയിൽ കുട്ടികളിൽ പോഷകക്കുറവ് കണ്ടെത്തിയതിനെ തുടർന്ന് ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം കുട്ടികളെ ബോധ്യപ്പെടുത്താനും കൂടിയാണ് മേള സംഘടിപ്പിച്ചത്. കുട്ടികൾക്കൊപ്പം അതിഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഇലക്കറി വിഭവങ്ങൾ രുചിച്ചറിഞ്ഞു. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം മേള ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് UK മുഷ്താഖ് അധ്യക്ഷനായി. വനമിത്ര പുരസ്കാര ജേതാവ് KV കൃഷ്ണപ്രസാദ് വൈദ്യർ ഇലക്കറികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. പ്രഥമാധ്യാപകൻ A ലുക്മാൻ, മദർ PTA ഭാരവാഹി KM ഫൗസിയ, ഇക്കോ ക്ലബ് കോർഡിനേറ്റർ P വേണുഗോപാലൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് 18 പടന്ന. പത്തനംതിട്ട കോന്നിയിലെ വകയാർ സ്വാശ്രയ വിപണി കർഷകർക്ക് എന്നും ആശ്വാസമാണ്. ഇടനിലക്കാരില്ലാതെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് കച്ചവടക്കാർക്ക് നൽകുന്നതിനാൽ കർഷകർക്ക് ന്യായവില ലഭിക്കുന്നു എന്നതാണ് വിപണിയുടെ പ്രത്യേകത. 20 വർഷമായി കർഷക കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന വിപണി സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച വിപണികളിൽ ഒന്നാണ്. കോന്നി, അരുവാപ്പുലം, പ്രമാടം പഞ്ചായത്തുകളിലെ കർഷകരാണ് കാർഷിക വിളകൾ വകയാർ സ്വാശ്രയ വിപണിയിലെത്തിക്കുന്നത്. കച്ചവടക്കാരുടെ ചൂഷണം ഒഴിവാക്കി ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിപണി വഴി കച്ചവടക്കാർക്ക് വിറ്റഴിക്കുന്നതിനാൽ കർഷകർക്ക് ന്യായവിലയും ലഭിക്കുന്നു. കർഷകർക്ക് ഇടനിലക്കാരില്ലാതെ ഈ സാധനങ്ങൾ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ നേട്ടം. അത് തന്നെയല്ല, എല്ലാ സാധനങ്ങളും വിപണിയിൽ വരുന്നു. നാടൻ സാധനങ്ങൾ ഈ അന്യ സംസ്ഥാന സാധനങ്ങൾ വന്ന് മാർക്കറ്റ് തകർക്കുമ്പോൾ പിടിച്ചു വെക്കുന്നതിന് ഒരു അത്താണിയാണ് കർഷകരെ സംബന്ധിച്ച് ഈ വിപണികൾ. വാഴക്കുല, ചേന, കാച്ചിൽ, പച്ചക്കറികൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് വിപണിയിലെത്തിക്കുന്നത്. കർഷകർക്കുള്ള ഇൻഷുറൻസ്, ബോണസ് തുടങ്ങി നിരവധി ആനുകൂല്യങ്ങളും വിപണിയിൽ നിന്നും ലഭിക്കുന്നതിനാൽ കർഷകരും സംതൃപ്തരാണ്. ഇൻഷുറൻസ് ഉണ്ട്, മെഡിക്കൽ കവറേജ് ഉള്ള ഇൻഷുറൻസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഗവൺമെന്റ് കാലാകാലങ്ങളിൽ പ്രഖ്യാപിക്കുന്ന സ്കീമുകൾ, വാഴവിത്തിനൊന്നിന് 10 രൂപ വെച്ചുള്ള സ്കീം. അതിനോടൊപ്പം തന്നെ ഈ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് കിലോയ്ക്ക് 50 പൈസ വീതം അത് കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ വിലക്കുറവുള്ളപ്പം ജില്ലയിലെ മൊത്തം വിപണികളുടെയും മൊത്തത്തിലുള്ള വില തറവില നിശ്ചയിച്ചിട്ട് അതിൽ നിന്ന് കുറവ് വരുന്നതാണ്. 50 രൂപ മാർക്കറ്റ് വില തറവില നിശ്ചയിച്ചു കഴിഞ്ഞാൽ 35 രൂപ നടന്നുണ്ടെങ്കിൽ 15 രൂപ അവർക്ക് ആശ്വാസമായിട്ട് കൊടുക്കും വിലക്കുറവുള്ള സമയങ്ങളിൽ. 20 വർഷമായി പ്രവർത്തിക്കുന്ന വകയാർ സ്വാശ്രയ വിപണി സംസ്ഥാനത്ത് തന്നെ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കർഷക കൂട്ടായ്മയുടെ മികച്ച സംരംഭമാണ്. ന്യൂസ് 18 പത്തനംതിട്ട.
എന്തായാലും നിരവധി വാർത്തകളുള്ള ഒരു വാർത്താ ദിനത്തിലേക്കാണ് പ്രേക്ഷകരെ വാർത്താരംഭം സ്വാഗതം ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇനി ഉറ്റുനോക്കുന്നത് നടന്മാരുടെ ജാമ്യാപേക്ഷയിന്മേൽ ഇന്ന് കോടതി വിധി പറയുമ്പോൾ മുകേഷിനും ഇടവേള ബാബുവിനും ഒമർ ലുലുവിനും അത് നിർണായകമാണ് എന്നുള്ളതാണ്. ഒപ്പം നിവിൻ പോളിക്കെതിരായ യുവതിയുടെ പരാതിയിൽ നിവിൻ പോളി ഇന്ന് DGPക്ക് പരാതി നൽകുകയാണ്. തനിക്കെതിരായ പരാതിയിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ്. അതിന്മേൽ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളത് കൂടി നമുക്ക് പരിശോധിക്കണം. ഒപ്പം PV അൻവർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ അത് പാർട്ടി ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. ഇന്ന് CPM അത് ചർച്ച ചെയ്യുമോ എന്നുള്ളതും ഒപ്പം ഏത് രീതിയിൽ P ശശി ഇതിനെ പ്രതിരോധിക്കുമെന്നുള്ളതും നോക്കുകയാണ്. കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ സംബന്ധിച്ച് കെജ്രിവാളിനും ഇന്ന് നിർണായകമാണ്. ഒപ്പം അമേരിക്കയിലെ വെടിവയ്പ് അതിന് പിന്നിൽ എന്താണ് എന്നുള്ള കാര്യം. ആ 14-കാരൻ കസ്റ്റഡിയിലുണ്ട്. ഒപ്പം ഗോട്ട് വലിയ പ്രതീക്ഷയോടെ ഇറങ്ങിയ വിജയുടെ ഗോട്ട് സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ രാവിലെ ഫാൻ ഷോയിലൊക്കെ ഒരു നെഗറ്റീവ് പ്രതികരണം ലഭിക്കാത്ത ഇതുവരെയുള്ള സിനിമകൾ നമ്മൾ അങ്ങനെയാണ് കണ്ടിരിക്കുന്നതെങ്കിൽ ഫാൻസ് പോലും അദ്ദേഹത്തിന്റെ ആരാധകർ പോലും പല സമയത്ത് നെഗറ്റീവ് പറയുന്ന കാഴ്ച നമ്മൾ ഇന്ന് കണ്ടു. അതുകൊണ്ട് ഗോട്ടിന്റെ കൂടുതൽ എന്താണ് ഗോട്ടിന് സംഭവിച്ചത് എന്നുള്ള സമ്മിശ്ര പ്രതികരണങ്ങളുടെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കണം. വിശദമായി അതിലേക്ക് വരാം. വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സിൽ രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും. നമസ്കാരം.